നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അനു, ആ ബ്ലാങ്കറ്റ് കൊടുക്ക്. അവരുടെ മുന്നിൽ ചെന്നിട്ടേ നീ ആരാന്ന് പറയും. ഞാൻ മരിച്ചുപോയ പാൽക്കാരൻ പയ്യനാണെന്നങ്ങ് പറയും. തൊലച്ച് ഇവനിത് കുളവാക്കും. നീ അവിടെ ചെന്നൊരു അക്ഷരം മിണ്ടിയേക്കരുത്. അല്ല, ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ മനസ്സിലാക്കാൻ ചെന്ന പോലീസിന് എല്ലാം മനസ്സിലാവും. പോടാ. അതെ, നീ ഒന്നും പറയണ്ട, വെറുതെ അവിടെ പോയി നിന്നാ മതി, കേട്ടല്ലോ? അതെ, അവളുമാരെ എല്ലാം പേടിപ്പിച്ച് ബോധം കെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഒടുവില് സ്വന്തമായിട്ട് പേടിച്ചിട്ട് നീ ബോധം കെട്ട് വീഴല്ലേ. വേഗം ചെല്ലേ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ only 5 seconds. അത് കഴിഞ്ഞാ നീ അവിടെ നിൽക്കരുത്. ഓക്കെ, എല്ലാം ഞാൻ ഏറ്റു. ഓൾ ദ ബെസ്റ്റ്. അതെ, വാ നമുക്ക് മാറി നിൽക്കാം. ഓക്കെ. വാതിലിൽ മുട്ടുന്നു. ആ റീനമ്മയായിരിക്കും. അലീനെ, നീ വാതിൽ ഉറക്ക്. അവരെന്തിനാ ഈ സമയത്ത് വന്ന് ആരെങ്കിലും ചെന്ന് വാതിൽ ഉറക്ക്. പ്രീതു, നീ പോയി തുറക്ക്. നിന്റെയൊക്കെ ഒരു കാര്യം, റീനമ്മയ്ക്ക് പാതിരാത്രിയായി ഓർക്കുമില്ലേ? എന്താ മാം? ഇവിടൊന്നും ആരുമില്ലല്ലോ. അപ്പൊ വാതിൽ തട്ടിയതാരാ? ആരാ? ആരാടി? എന്താ? എന്തിനാടി വിളിച്ചു പോകുന്നു? അതെ, ആരും ഇവിടെ. ആ ബ്ലാങ്കറ്റ് മാത്രം അവിടെ ഉള്ളല്ലോ. അവൻ എങ്ങോട്ടോ ഓടിപ്പോയി കേട്ടോ. ആ ബ്ലാങ്കറ്റ് എവിടെ കിടന്ന പ്രശ്നവും. അതെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇവിടെങ്ങും ആരും ഇല്ലല്ലോ. മൃദുല പിന്നെ ആരെയാ കണ്ടത്? അത് എനിക്കും മനസ്സിലാവാത്ത. നീ വാ.
നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞങ്ങൾ ആരെയും കണ്ടില്ല. നീ പാൽക്കാരനെ തന്നെയാണോ കണ്ടത്? അതെ, പാൽപാത്രമായിട്ട് നിൽക്കുന്ന പാൽക്കാരൻ മൂടി പുതച്ച് നിൽക്കുന്നതാ ഞാൻ കണ്ടത്. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ ആരുമില്ല. നിനക്ക് തോന്നിയതായിരിക്കും. അല്ലല്ല, ഞാൻ കണ്ടതാ. മൃദു, നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഈ പാൽക്കാരന്റെ സ്റ്റോറി ഉണ്ടാക്കിയത് തന്നെ നമ്മളല്ലേ?